ഈ തൃശ്ശൂർക്കാർ നിങ്ങൾക്കറിയാലോ, വെറുതെ വളന്ന് വർത്താനം പറയുന്ന പാർട്ടീസാണ്. കോമൺ സെൻസും ഇല്ല, വിവരവും ഇല്ല. അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കും. യാതൊരു വ്യക്തിത്വം ഇല്ലാത്ത ടീമാണ് ചങ്ങനാശ്ശേരിക്കാരെ. ആ കാര്യത്തിൽ എനിക്ക് അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അവരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കാണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ ബോധ്യമുണ്ട്. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ തൃശ്ശൂർ, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട ടീമുകൾ ഒക്കെ ഒരു തരം ടൈപ്പുകളാണ്. അതുകൊണ്ടാണല്ലോ ഈ കൽതായക്കാർ ബുദ്ധിമാന്മാരാ. ഇതുപോലുള്ള പ്രാഞ്ചേട്ടന്മാർ തൃശ്ശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള പ്രാഞ്ചേട്ടന്മാരെ ഓരോ സ്ഥലത്ത് കയറ്റി വെച്ചിട്ടാണ് അവർ കാര്യം കാണുന്നത്. അതാണ് ചങ്ങനാശ്ശേരിക്കാരുടെ കൗശലം എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെ ചെന്ന് നോക്കിയാലും ഇവർ പിടിച്ചിട്ട് ഈ സ്ഥാനക്കൊതിയന്മാരായിട്ട് തൃശ്ശൂർക്കാരെ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടക്കാരെ, ഈ രണ്ട് ടൈപ്പുകളാണ് ഞാൻ പറഞ്ഞോളൂ. ഇവരെ കയറ്റി വയ്ക്കും, കൈക്കാരന്മാരായിട്ടും അതുപോലെ പാരിഷ് കൗൺസിലൊക്കെ കയറ്റി വയ്ക്കും. അവരാണ് കൽതായക്കാരുടെ മാമാപ്പണി ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഉദാഹരണം. നമ്മുടെ ഇവിടെ ചിക്കാഗോയിൽ അവർ കത്തീഡ്രലിൽ പോണത് ക്ലാവ് കുരിശും കർട്ടനൊക്കെ ഇട്ടപ്പോഴത്തേക്കും ആരായിരുന്നു കൈക്കാരന്മാർ എന്നറിയാം. രണ്ടുപേരും നമ്മുടെ എറണാകുളം അതിരൂപതയിൽപ്പെട്ടവരാണ്. ദാറ്റ്സ് റൈറ്റ്. അവരെ വെച്ചിട്ട് അവരുടെ വീക്ക്നെസ് മുതലെടുത്ത് അവരെ കൊണ്ട് തന്നെ പണിയിച്ചു. അതാണ് ചങ്ങനാശ്ശേരിക്കാരുടെ കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിടുവായത്തരവും പോച്ചിയും അടിക്കാനല്ലാതെ ഈ തൃശ്ശൂർക്കാരെ കൊണ്ട് യാതൊരു ഫലവുമില്ല. ഇപ്പോൾ എന്തിനു വേണം? ഇപ്പോൾ ത്രിമൂർത്തികൾ 3 പേര് തൃശ്ശൂർക്കാരുണ്ട്. ഒന്ന് താഴത്ത് അറിയാലോ, ഉരുക്ക്. അപ്പോൾ അങ്ങനെ ഈ 3 തൃശ്ശൂർക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ 3 ഇഡിയറ്റ്സ്. അവരെ കൊണ്ട് കൽതായർ കാര്യം കാണാം എന്നുള്ള പ്ലാൻ, ആസൂത്രണമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തട്ടിലിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ 3-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജൂലൈ 3 കഴിഞ്ഞാൽ സിനഡ് കുർബാന അർപ്പിക്കാത്ത എറണാകുളം വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കും. അതുൾപ്പെടെയുള്ള ശിക്ഷ കൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറും വിടുവായുത്തരമാണ്. ഞാൻ പറഞ്ഞത് വിടുവായുത്തരവും പോച്ചു അടിക്കാനായിട്ട് ഇവർ മിടുക്കന്മാരാണ്. പുറത്താക്കട്ടെ. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ട് തട്ടിലിന് കഴിവുണ്ട് എന്ന് മാർപ്പാപ്പ കേട്ട മാർപ്പാപ്പ ഞെട്ടിപ്പോവും. തട്ടിലിന് ഒന്നുമില്ല. തട്ടിലിന് സമുദായത്തിൻ്റെ പുറത്തു നിന്ന് വിവാഹം ചെയ്യുന്ന ഒരു ക്നാനായക്കാരനെ കോട്ടയം രൂപതയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇടവകപ്പള്ളിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരമുണ്ട് എന്നവർ പറയുന്ന മാതിരിയുള്ള ഒരു സംഗതി, ഇത് മാത്രമേ ഉള്ളൂ. ആ സമുദായത്തിൽ നിന്ന് വേണമെങ്കിൽ പുറത്താക്കാം. എന്ന് കരുതി നമ്മൾ കത്തോലിക്കലല്ലാതാകുന്നില്ല. എന്ന് കരുതി നമ്മൾ സീറോ മലബാർ അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യാനികളല്ലാതെ ആകുന്നില്ല. തട്ടിലിന് മാക്സിമം ചെയ്യാവുന്നത് നമ്മളെ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം. ടെക്നിക്കലി അതൊക്കെ എങ്ങനെ കഴിയുക, അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കധികം വളരെയധികം സംശയമുണ്ട്. ടെക്നിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ അങ്ങനെ ആയിന്ന് വെച്ചാലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഹി ഹാസ് നോ അതോറിറ്റി. കാരണം കത്തോലിക്ക സഭയുടെ തലവൻ മാർപ്പാപ്പയാണ്. അത് ഈ തൃശ്ശൂർ ചന്തയിൽ നിന്ന് വരുന്ന തട്ടിലല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ദർ ഇസ് നോ വേ ഹി ക്യാൻ ഡു ദാറ്റ്. ഹി ക്യാൻ നമ്മളെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമായിരിക്കും. അതും സംശയമാണ്. പിന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ മാർപ്പാപ്പ പുറത്താക്കണം. അത് ഈ കള്ളന്മാരുടെ വാക്ക് കേട്ട്, ഈ താഴത്തിനെ പോലെയുള്ള കള്ളന്മാരുടെയും തട്ടിലിൻ്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് മാർപ്പാപ്പ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 5-6 ലക്ഷം വിശ്വാസികളെയും 10-400 വൈദികരെയും നഷ്ടപ്പെടുത്തുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകില്ല. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ ഈ കുരയ്ക്കുന്നതല്ലാതെ കടിക്കാനായിട്ടുള്ള യാതൊരു പവറും ഇവർക്കില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ സ്വല്പം പ്രശ്നങ്ങളുണ്ടാക്കാം, ഇത്തിരി മനോവ്യത ഉണ്ടാക്കാം, എറണാകുളത്തെ ജനങ്ങൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ കൊടുക്കാം, ഓക്കെ, മനപ്രയാസങ്ങൾ കൊടുക്കാം, നമ്മുടെ രൂപത വൈദികരെ ഉത്കണ്ഠാകുലരാക്കാം. ഇതൊക്കെ ഇവർ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ചെയ്യണതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പീഡിപ്പിക്കപ്പെടുകയാണ്, എറണാകുളത്തെ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ സഭാ നേതൃത്വം നമ്മളെ പീഡിപ്പിക്കുകയാണ്, വിശ്വാസികളെ. അവർ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കേണ്ട അവരുടെ കീഴിലുള്ള കുഞ്ഞാടുകളെ അവർ പീഡിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദേ ആർ ഡൂയിങ്. കാരണം അവരുടെ പിടിവാശി നടപ്പിലാക്കുവാനായിട്ട് നമ്മൾ ഇതിന് യാതൊരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. നമ്മുടെ രക്ഷ സീറോ മലബാർ സഭയിലല്ല. അത് മനസ്സിലാക്കണം. സീറോ മലബാർ സഭയിലല്ല നമ്മുടെ രക്ഷ, കത്തോലിക്ക സഭയിൽ പോലും അല്ല. ഇനിയിപ്പോൾ മാർപ്പാപ്പയ്ക്ക് നമ്മളെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാമെന്ന് മാർപ്പാപ്പ തീരുമാനിച്ചാലും ക്രൈസ്തവ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള പവർ മാർപ്പാപ്പയ്ക്ക് പോലും ഇല്ല. മാർപ്പാപ്പ പുറത്താക്കിയാലും
ഇറ്റ്സ് നത്തിങ്. ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്രൈസ്തവൻ നല്ലൊരു ക്രൈസ്തവനായിട്ട് ഒരു ചീഞ്ഞളിഞ്ഞ കത്തോലിക്കനായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതാണ് ഭേദം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇന്ന് നമ്മളുടെ കത്തോലിക്ക സഭ, നമ്മുടെ സീറോ മലബാർ സഭ ഇത്ര അധപ്പതിച്ച ഒരു കത്തോലിക്ക സഭ, ഒരു കത്തോലിക്ക കൂട്ടായ്മയിലെ ഒരു സഭ എന്ന് അതിനെ കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. അത്ര അഴുകിയ, അത്ര വൃത്തികെട്ട, അത്രയ്ക്ക് ചീഞ്ഞു നാറിയ ഒരു സഭയാണ്, ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്ന സഭയാണ്. അതിനെ ഉദ്ധരിക്കാനോ അതിനെ ക്ലീൻ ചെയ്യാനോ അതിനെ നേർവഴിക്ക് നയിക്കാനോ കെൽപ്പുള്ള ഒരു സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാ തലവൻ നമ്മുടെ സഭയിൽ ഇന്നില്ല. അങ്ങനെ കഴിവുള്ളൊരു സഭാ തലവനെ ശക്തികൾ, ഞാൻ പറയുന്നില്ല ശക്തികൾ ആരാന്ന്, പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അതിന് സമ്മതിക്കത്തില്ല. കാരണം ചങ്കൂറ്റമുള്ളൊരു സഭാ തലവൻ, സഭയുടെ ഉന്നതി മാത്രം കാക്ഷിക്കുന്ന ഒരു വ്യക്തി സീറോ മലബാർ സഭയുടെ തലവനായാൽ നമ്മുടെ 90% മെത്രാന്മാരും അകത്തു പോകേണ്ട ഗതികേട് വരും. അതുപോലുള്ള വൃത്തികേടുകളും അഴിമതികളും അവർ ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മെത്രാനെ അവർ തിരഞ്ഞെടുക്കാത്തതും സഭാധികാരിയായിട്ട്, സഭയുടെ തലവനായിട്ട്. അതുകൊണ്ടാണ് എറണാകുളത്തിന് ഒരു മതമേലധ്യക്ഷനെ എറണാകുളത്തിന് ഒരു സ്വന്തം മെത്രാനെ തരാത്തതും. കാരണം അപ്പോൾ ഇവരുടെ പിടിവിട്ട് പോകും. ചിലപ്പോൾ ഒരുപക്ഷെ ഇവരുടെ കള്ളത്തരങ്ങളും ഇവരുടെ അഴിമതികളും ഇവർ ചെയ്തിരിക്കുന്ന വൃത്തികേടുകളും പുറത്തു വരും. അത് വരാതിരിക്കാനായിട്ടാണ്, അത് അടച്ചുപൂട്ടി വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കടുങ്കൈയെല്ലാം നമ്മുടെ അതിരൂപതയോട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നന്ദി.